അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഇൻഡക്ഷൻ എക്സ്പീരിയൻസിനെ കുറിച്ചും എൻ്റെ എപ്പിഡ്യൂറൽ ഫെയിലായ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞാനെങ്ങനെ ഹാഫ് നം ഹാഫ് പെയിൻഫുൾ ആയിട്ട് നമ്മുടെ കുഞ്ഞുവാവെ ഡെലിവറി ചെയ്തു എന്നൊക്കെ. ഇതൊരു ഈസി സ്റ്റോറി അല്ല, പക്ഷേ റിയൽ സ്റ്റോറിയാണ് എൻ്റെ. അപ്പം നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അതല്ല എപ്പിഡ്യൂറൽ ഡെലിവറി ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുൾ കാണണം. കാരണം നിങ്ങൾക്ക് വേണ്ട ചില ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അറിയാത്ത ഇൻഫർമേഷൻ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എൻ്റെ 36ാമത്തെ ആഴ്ചയിലാണ് എന്നെ അഡ്മിറ്റ് ആക്കിയത്. കാരണം എനിക്ക് ഗസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവർക്ക് 40 ആഴ്ച കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞുവാവ വലുതാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ സ്റ്റക്കാകും, അതല്ലെങ്കിൽ എമർജൻസി സി സെക്ഷൻ വേണ്ടി വരും, അതല്ലെങ്കിൽ ഈവൻ സ്റ്റിൽ ബർത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് 36ാമത്തെ ആഴ്ച വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ 36ാമത്തെ ആഴ്ച അവർ തന്ന അപ്പോയിൻമെൻറ്റ് എൻ്റെ ഹസ്ബൻഡ് ബർത്ത്ഡേയുടെ അന്നായിരുന്നു. അപ്പോൾ അന്ന് രാത്രി 8 മണിക്ക് നമ്മൾ അഡ്മിറ്റായി. അഡ്മിറ്റായപ്പം ഓണസ്റ്റ്ലി എനിക്കൊരു നെർവസും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എപ്പിഡ്യൂറൽ എടുക്കും, പെയിൻ ഒന്നും ഉണ്ടാവില്ല, ഈസി ഡെലിവറി എന്നൊക്കെ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നടക്കുന്നതിന് പകരം ഞാൻ എക്സസൈസ് ബോളിൽ ഇരുന്നിങ്ങനെ ബൗൺസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലഞ്ചിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു. ഈ നോർമൽ ഡെലിവറിയും ഇൻഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം അതാ. നോർമൽ ഡെലിവറിയുടെ സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, വാട്ടർ തന്നെ ബ്രേക്ക് ആവുമല്ലോ. ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ വന്നിട്ട് നമ്മുടെ വാട്ടർ ബ്രേക്ക് ചെയ്യും. അതിന് പ്രത്യേകിച്ച് വേദനയൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഒരു ചെറിയ പ്രഷറേ തോന്നിയുള്ളൂ. അങ്ങനെ വാട്ടർ ബ്രേക്കായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കൺട്രാക്ഷൻ തുടങ്ങി. ആദ്യമൊക്കെ മൈൽഡായിരുന്നു, ഇങ്ങനെ ചെറിയൊരു വേദനയായിരുന്നു. അത് കഴിഞ്ഞ് അത് സ്ട്രോങ് ആകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ നേഴ്സിനോട് പറഞ്ഞു, ഐ എം റെഡി ഫോർ എപ്പിഡ്യൂറൽ. അപ്പം എപ്പിഡ്യൂറൽ എടുക്കാമെന്ന് പറഞ്ഞു. എപ്പിഡ്യൂറൽ എടുത്തു. അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വയറ്റിൽ ആ വേദനയുണ്ട്, അത് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കണം. അപ്പോൾ അവർ നമ്മുടെ നട്ടലിങ്ങനെ പുറകിനിട്ടിട്ട് കുത്തും. അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ് എനിക്ക് പെയിൻ കൂടി വരിക അല്ലാതെ എനിക്ക് വേറെ ഒരു തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ നേഴ്സിനോട് പറഞ്ഞു, അവർ ഡോസ് കൂട്ടി, എന്നിട്ടും എനിക്ക് നല്ല പെയിനുണ്ട്. അപ്പം അവർ പറഞ്ഞു, ഐ തിങ്ക് യു എപ്പിഡ്യൂറൽ ഡിഡിൻറ്റ് വർക്ക്. അപ്പം എൻ്റെ കിളി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, വർക്ക് ചെയ്തില്ലേ, ഇപ്പം ഇനി എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ഇതായി. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവരെ ഒന്നുകൂടി വിളിക്കുക, അപ്പോൾ ഒന്നുകൂടി ഇഞ്ചക്ഷൻ എടുത്താൽ ചിലപ്പോൾ ശരിയാവുമെന്ന്. അപ്പോൾ നേഴ്സ് എനിക്ക് തോന്നുന്നു ഡോക്ടറോട് സംസാരിച്ചെന്ന്, അത് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെയും വന്നു കേട്ടോ, അനസ്തേഷ്യോളജിസ്റ്റ് അവർ വന്നിട്ട് എന്നെ പിന്നെയും കുനിച്ചിരുത്തി ഇഞ്ചക്ഷൻ എടുത്ത്. എൻ്റെ പൊന്നോ, ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഇഞ്ചക്ഷൻ വയസ്സിൽ വേദനയുള്ള ഒരു ഇഞ്ചക്ഷനായത്. ഇത് 2ാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് നഖമില്ലാഞ്ഞത് പുള്ളിയുടെ ഭാഗ്യം. എന്നിട്ട് ഞാൻ ഇങ്ങനെ അമക്കെ പിടിച്ചേക്കുവാണ്. അത്രയും ബുദ്ധിമുട്ട്. ഒരു സൈഡിൽ ഭയങ്കര വേദന, ഒരു സൈഡിൽ ഇവർ പുറത്തുനിന്ന് കുത്തുന്നു. അതും 2ാമത്തെ പ്രാവശ്യം. എൻ്റെ കിളിയെല്ലാം പോയി. അത് കഴിഞ്ഞ് അവർ കുത്തിയിട്ട് പോയി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഇനി എനിക്ക് എപ്പിഡ്യൂറൽ വേണ്ട, എനിക്ക് പറ്റുകയില്ല. ഈ എപ്പിഡ്യൂറൽ വേദന 2 പ്രാവശ്യം എടുത്താൽ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കൺട്രാക്ഷൻ, ആ പെയിൻ ഇല്ല. അപ്പം ഞാൻ താങ്ക് ഗാഡ് ഇറ്റ്സ് വർക്കിംഗ് എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലോർത്തു. പക്ഷേ അത് കഴിഞ്ഞ് ആ സൈഡ് മാത്രം നമ്മായി. അതായത് കാലൊന്നും എനിക്ക് അത്ര അനങ്ങുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് സ്റ്റിൽ കൺട്രാക്ഷൻ്റെ ആ ഒരു പെയിനും ഉണ്ട്, ഒരു നംനെസ്സും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനത് എൻ്റെ നേഴ്സിനോട് പറഞ്ഞപ്പോൾ നേഴ്സ് എന്നോട് തിരിഞ്ഞ് കിടക്കാനൊക്കെ പറഞ്ഞു. ഞാൻ തിരിഞ്ഞൊക്കെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു,
എക്സ്ക്യൂസ് മീ, അവർ പറഞ്ഞു ഇത് വൺ സൈഡ് എപ്പിഡ്രൽ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക്, കാരണം സംടൈംസ് ഒരു സൈഡിൽ ചിലർക്ക് വർക്ക് ചെയ്യത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പത്തേനും ഞാനിങ്ങനെ ഏതാണ്ട് 8 9 ഇത് ഡയലേറ്റ് ആകുന്നുണ്ട്. അപ്പം ഇനി മൂന്നാമത് എടുക്കുന്ന ചോയ്സ് നമുക്കില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു സൈഡിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല, ആകെ ഒരു സൈഡിലെ ആ ഒരു വേദനയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഹാഫ് പെയിൻ ഈസ് ബെറ്റർ ദാൻ ഫുൾ പെയിൻ. ആ ഒരു ഇതിൽ ഞാൻ ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് നമ്മുടെ കുഞ്ഞുവാവ മീറെ കാണണമല്ലോ, എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, പക്ഷെ വലുതായിട്ടൊന്നും എനിക്ക് ഞാൻ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കും ഭയങ്കര സങ്കടമൊക്കെ വരുന്നു, കാരണം എന്നെ ഇത്രയും വേദനയിൽ കണ്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഞാൻ ഫുള്ളി ഡൈലേറ്റഡായി. അപ്പോൾ പുഷ് ചെയ്യേണ്ട സമയമായി. അപ്പം എൻ്റെ ഡോക്ടറും വേറെ കുറച്ച് നേഴ്സുമാരും കൂടെ വന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. പുള്ളി ഇങ്ങനെ എൻ്റെ തലയൊക്കെ ഇങ്ങനെ തൂക്കുകയൊക്കെ. പുള്ളിക്ക് ഭയങ്കര ഒരു ബാഡ് ഫീൽ തോന്നി. അപ്പം പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും നേഴ്സുമാരൊക്കെ ഭയങ്കര എൻകറേജ് ചെയ്യും. യു ഡൂയിങ് ഗ്രേറ്റ് അലീന, പുഷ് പുഷ് ബ്രീത്ത് പുഷ്. അപ്പം ബ്രീത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പുഷ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് എൻ്റെ നേഴ്സ് എന്നോട് തലേദിവസം തന്നെ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഞാൻ പുഷ് ചെയ്തു. നമ്മുടെ കുഞ്ഞുവാവയുടെ കരച്ചിൽ കേട്ടു. അയ്യോ, അപ്പോഴാണ് എൻ്റെ ജീവൻ തിരിച്ചു വീണത്. എനിക്ക് ആ എനർജി എല്ലാം തിരിച്ചു വന്നെന്ന് പറയാമല്ലോ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു പൊതിഞ്ഞ് തരട്ടെ, ക്ലീൻ ചെയ്ത് പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ ശരിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ ആ ഒരു കാലിൽ ഇപ്പോഴും ഒരു നംനെസ് ആയിരുന്നു ആ ലെഫ്റ്റ് സൈഡിൽ. പക്ഷെ റൈറ്റ് സൈഡിലെ കൺട്രാക്ഷൻ്റെ പെയിൻ, അല്ലാത്ത പെയിൻ എല്ലാം ഇവിടെ കരച്ചിൽ കേട്ടതോടെ എൻ്റെ എല്ലാം പോയി. ഞാൻ ബാക്ക് ടു നോർമൽ, ബാക്ക് ടു എനർജറ്റിക് എന്നൊക്കെ പറയാം. പക്ഷെ എൻ്റെ മുഖം ഇച്ചിരി പഫി ആയിരുന്നു. അത് കഴിഞ്ഞ് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു മൈൽസിൻ്റെ കൈ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മൈൽസ് കരയുമായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴേ എൻ്റെ കണ്ണ് നിറഞ്ഞതേ ഉള്ളൂ, പക്ഷെ മൈൽസ് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മൈൽസിൻ്റെ ആദ്യം കൊടുക്കാൻ പറഞ്ഞിട്ട് മൈൽസ് കുഞ്ഞിനെ അടുത്തോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ പേരൻസ് ആയെന്ന് പറഞ്ഞു. അയ്യോ, ആ ഒരു വിഷ്വല് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ വേദനയും ഇത് ഞാൻ ഇപ്പം കടന്നു പോയതെല്ലാം വേർത്തായെന്ന്. അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സായി. ഇപ്പം ഞാൻ ഈ ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നുമല്ല, പക്ഷെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പം ചിലർക്ക് ചില മരുന്ന് അലർജിയാണെന്ന് പറയുന്ന പോലെ, അല്ലെ ചില മരുന്ന് പിടിക്കുകയില്ലെന്ന് പറയുന്ന പോലെ, ചിലർക്ക് എപ്പിഡ്രൽ വർക്കാവും, ചിലർക്ക് എപ്പിഡ്രൽ ഒരു സൈഡിൽ വർക്കാവും. അപ്പം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഞാനിത് ഇത് ഷെയർ ചെയ്തത്. ഇതിനെക്കുറിച്ച് നമുക്കൊരു ഇതുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ബൈ.